ഹലോ ഫ്രണ്ട്സ്, അയ്യോ സ്ക്രോൾ ചെയ്ത് പോവല്ലേ. നിങ്ങൾക്ക് ഗോവയ്ക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം പോവുക. ഈ വാർത്തയിൽ കണ്ട പോലത്തെ സ്കാം നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതിൽ പേഴ്സണലി ഞങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ ഗോവ യാത്രയിൽ നമ്മൾ വാഗത്തൂർ ബീച്ചിലേക്ക് ഒരു ഈവനിങ് 5-5:30 ടൈമിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ രണ്ടാൾക്കാർ 2 വീലറിൽ വന്ന് നമ്മുടെ വണ്ടിക്ക് വട്ടം വെച്ചു. എന്നിട്ട് കൺഗ്രാജുലേഷൻ, നിങ്ങൾ കുറേ ആൾക്കാരിൽ നിന്ന് ഒരു ഗെയിം കളിക്കാൻ സെലക്ട് ചെയ്തേക്കാണ്, നിങ്ങളിതായി നിന്ന് കാർഡ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാർഡുകൾ നമുക്ക് നേരെ നീട്ടി. അപ്പോൾ ആദ്യം പ്രണവിനെ കൊണ്ടൊരു കാർഡ് എടുപ്പിച്ചു. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നത് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ആണ്. ഓക്കെ, അതിനുശേഷം എന്നെ കൊണ്ടൊരു കാർഡ് എടുപ്പിച്ചു. അപ്പോൾ ഞാനെടുത്ത കാർഡ് തുറന്നു നോക്കിയപ്പോൾ കൺഗ്രാജുലേഷൻ. അപ്പോൾ ഞാനും ഒരു നിമിഷം ആ ഒരു ഫീലിംഗ് ആയി. അപ്പോൾ പറഞ്ഞു, ഇത് കുറച്ച് ആൾക്കാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾ ലക്കിയാണ്. പിന്നെ നമ്മളങ്ങനെ പൊക്കി അങ്ങ് പറയാണ്, നിങ്ങളുടെ ഭാര്യ ലക്കിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനുശേഷം അവർ പറയാണ്, നിങ്ങൾക്ക് ഇത് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്നുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് കാണിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഐഫോൺ, ഐപാഡ്, പിന്നെ എത്രയോ 75,000 രൂപ അങ്ങനെ എന്തൊരു എമൗണ്ട്, പിന്നെ ഒരു കിഡിലൻ 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ, പിന്നെ എന്തൊക്കെയോ അല്ലറ ചില്ലറ ഗിഫ്റ്റുകളായിട്ട് അങ്ങനെ ഒരു 7-8 ഗിഫ്റ്റുകൾ അതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ആ ഒരു റിസോർട്ടിലേക്ക് വേഗം പോവുക, എന്നിട്ട് അവിടെ എന്തോ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നമ്മളങ്ങനെ നിർബന്ധിക്കുകയാണ്. തൊട്ടടുത്താണ്, വരൂ വേഗം വരൂ, ഇന്ന് മാത്രമുള്ള ഓഫർ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അപ്പോഴേ ഒരു ഫേക്ക് ആണെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറേ നമ്മൾ നിർബന്ധിച്ചിട്ടോ. പിന്നെ നമ്മൾ വന്നില്ല എന്ന് തീർത്ത് പറഞ്ഞപ്പോൾ പിന്നെ അവർ ട്യൂണൊക്കെ മാറി തുടങ്ങി. പിന്നെ അന്ന് കാർഡ് തിരിച്ചു തന്നേക്ക്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തന്നേക്ക്, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിലായി. അതുവരെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്കും ഇത് ഫേക്കാന്ന് മനസ്സിലായി. കാരണം ഇനി ഇൻ കേസ് നമ്മളിത് മനസ്സിലാവാതെ അവരിപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലാത്ത സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു ഹോട്ടലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല വേറെയും കുറേ ആൾക്കാരുണ്ടാവാം. നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശാണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഫോണെല്ലാം അടിച്ചു മാറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഫേക്കായിട്ടുള്ള കുറേ പരിപാടികൾ ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് അവെയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്ത് വലിയ പരിചയമില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഗോവയിൽ പോകുന്ന ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ ട്രാവൽ വീഡിയോസും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.